ഭഗവാനെ കുറിച്ചുള്ള ആദ്യ പരാമർശം വരുന്നത് ഭാഗവതത്തിൽ നിന്നും അല്ല, ചാന്തോക്യ ഉപനിഷത്തിലാണ്. ചാന്തോക്യ ഉപനിഷത്തില് ദേവകി പുത്രനായ കൃഷ്ണൻ അങ്കിരസ് എന്ന് പറയുന്ന ഗുരുവിന്റെ കീഴിൽ പഠനം നടത്തിയതായിട്ട് ഒരു രേഖയുണ്ട്. ദേവകി പുത്രനായ കൃഷ്ണൻ എന്നതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പൊ ചാന്തോക്യം എന്ന് പറയുന്നത് കഥകൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഗതിയല്ല, അതൊരു ഉപനിഷത്താണ്. അതിനകത്ത് ഒരു കഥ വെറുതെ എഴുതി വെക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല വേറൊരു പരാമർശവും ഇല്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കൃഷ്ണനെ കുറിച്ചുള്ള പരാമർശം വേറെ പല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. എന്താണ് ഭഗവാന്റെ ഈ 5252 വർഷങ്ങൾ കഴിഞ്ഞ ശേഷവുമുള്ള പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു മനുഷ്യബോധത്തിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ ഒരു തലം, ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായ മനസ്സോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. സുഖ ദുഃഖങ്ങളിൽ സമമായിട്ടിരിക്കുക. ഭഗവാൻ ഭഗവത്ഗീതയിൽ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അല്ലേ? കൺസിസ്റ്റന്റ് ആയിരിക്കുക, സ്ഥിതപ്രജ്ഞനായിരിക്കുക എന്ന് പറയും. സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അതിനൊക്കെ അപ്പുറമുള്ള ഒരു ഡയമെൻഷനിൽ, ഒരു ബോധതലത്തിൽ സ്ഥായിയായിട്ട് ഇരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഭഗവാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ, അത് ചുമ്മാ പറയുകയല്ലായിരുന്നു, ജീവിതം കൊണ്ട് കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഇനി ആ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, ചിരിച്ചുകൊണ്ട് കൈശോരഭാവത്തിൽ, കൈശോരാനന്ദം എന്ന് പറയുന്ന ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ ഇരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഈ ആനന്ദത്തെ ബാധിക്കരുത്. അത് മനസ്സിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ അതിനപ്പുറമുള്ള ഒരു സ്റ്റേജിൽ, ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു ആനന്ദാവസ്ഥയിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടരാൻ കഴിയുക എന്നുള്ളതാണ് ഭഗവാൻ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരിക്കലും അച്ചീവ് ചെയ്യാൻ സാധാരണക്കാർക്ക് പറ്റാറുമില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ എന്നും വേണ്ടപ്പെടാത്ത ആൾക്കാരെന്നൊക്കെ നമുക്ക് കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പോൾ പൊസസീവ്നെസ് ഉള്ള ആളുകളിൽ നിന്നും നമുക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായാൽ നമ്മളെ അത് ഫീൽ ചെയ്യും. അതുപോലെ അവർ നഷ്ടപ്പെട്ടാൽ നമുക്ക് വിഷമമുണ്ടാവും, അല്ലേ? അപ്പൊ അങ്ങനെ അതെല്ലാം അറ്റ്ലീസ്റ്റ് അതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് സംഭവിക്കുന്നതാണ്. ഇതം സർവം മനോമയം, മൈൻഡിനകത്ത് സംഭവിക്കുന്നതാണ്. വാസ്തവത്തിൽ നീ ഒരു ആനന്ദപ്രജ്ഞയാണ് എന്നുള്ള തൈത്തരീയ ഉപനിഷത്തിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു മഹാവാക്യത്തെ ജീവിതം കൊണ്ട് സഫലീകരിച്ച ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ അദ്ദേഹത്തിന്റെ സ്ഥായിയായിട്ടുള്ള പ്രജ്ഞയിൽ ഒരു മാറ്റവും വരുത്തിയില്ല. നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായാലും ശരി, പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായാലും ശരി, ഒരു ചിരിയാണ്, അല്ലേ? നമ്മളെപ്പോഴും കാണുന്ന ഒരു ചിരി, ഒരു സ്മൈൽ. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഭഗവാനിൽ നിന്ന് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് അതാണ്.